ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറഞ്ഞ ടൈം കൊണ്ട് റെഡിയാക്കിയെടുക്കാവുന്ന കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 2 കപ്പ് പത്തിരിപ്പൊടിയാണ്. പൊടി എടുക്കുമ്പോൾ നമുക്ക് വറുത്ത അരിപ്പൊടിയും വറുക്കാത്ത അരിപ്പൊടിയും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 3 കപ്പ് വെള്ളവും 1.5 ടേബിൾ സ്പൂൺ നെയ്യും എടുക്കണം. നെയ്യിന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാൻ അരിപ്പൊടിയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നു. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. ഇതിൽ നിന്ന് അല്പം മാവെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കിയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടെ കൈ നനച്ചതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ സാധാരണ പത്തിരിക്ക് മാവ് കുഴക്കുന്ന പോലെ അത്ര സോഫ്റ്റായി കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ചെറിയ ഭാഗങ്ങളാക്കി എടുക്കണം. ഒരുപാട് ചെറിയ ഉരുളകളാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം അരിപ്പൊടിയും ഓയിലും എടുക്കണം. ഇനി ഈ പത്തിരി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നമുക്കിഷ്ടമുള്ള ഷേപ്പിലുള്ള കട്ടർ ഉപയോഗിക്കാം. ഞാൻ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചെറിയ കട്ടറാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വലിപ്പമുള്ള കട്ടർ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിലും മാറ്റം വരുത്താം. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലൽപ്പം ഓയിൽ പുരട്ടി കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ അല്പം മാവ് വെച്ച് എണ്ണ പുരട്ടിയ കവർ കൊണ്ട് മൂടിയതിന് ശേഷം പരന്ന പാത്രം ഉപയോഗിച്ച് നമുക്കിത് നന്നായി പ്രസ് ചെയ്തെടുക്കണം. ഇനി ഒരു ഭാഗം പ്രസ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ വശവും ഇതുപോലെ നന്നായി അമർത്തിയെടുക്കണം. പത്തിരി പരത്താൻ അറിയാത്തവർക്കും പത്തിരി പ്രസ് വീട്ടിലില്ലാത്തവർക്കും ഈ രീതിയിൽ എളുപ്പത്തിൽ പത്തിരി പരത്തിയെടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം പൊടി വിതറിയതിന് ശേഷം ഈ പൊടി പത്തിരിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായി പരത്തിയെടുക്കണം. ഇനി നമ്മൾ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന കട്ടർ പൊടിയിലോ ഓയിലോ മുക്കിയതിന് ശേഷം നമുക്ക് ഈ പത്തിരി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഈ രീതിയിൽ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇത്തരം കട്ടറൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ചെറിയനും ബോട്ടിലിൻ്റെ അടപ്പുകൾ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പത്തിരികളെല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഞാനിതൊരു നെറ്റ് പാത്രത്തിലേക്ക് മാറ്റി. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെള്ളം നന്നായി തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ എടുത്തു വെച്ച പത്തിരി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന അടപ്പിൻ്റെ ഉൾഭാഗം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. തുണി കവർ ചെയ്ത അടപ്പ് ഉപയോഗിച്ച് നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ആവിയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വീഴുന്നത് ഒഴിവായി കിട്ടും. ഇനി നമുക്കിത് 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിവിടെ റെഡിയായി. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഞാൻ വേവിച്ചെടുത്ത പത്തിരികളൊന്നും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ തമ്മിലൊട്ടിയ പത്തിരികളുണ്ടെങ്കിൽ അത് വേർപ്പെടുത്തിയെടുക്കണം. ഇനി വലിയൊരു തേങ്ങ എടുക്കണം. ആ തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1.5 കപ്പ് ഒന്നാം പാൽ എടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി 2 കപ്പ് കട്ടി കുറഞ്ഞ രണ്ടാം പാൽ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ ഇവിടെ തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പത്തിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം
ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ചെറിയ തീയിൽ 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളിയും ഒരു വെള്ളുള്ളിയും ചെറുതായി മുറിച്ചെടുത്തത് വെളിച്ചെണ്ണയിൽ ചേർത്ത് ബ്രൗൺ നിറത്തിൽ മൂപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി താളിച്ചത് ഇതിലേക്ക് ചേർത്തു. എൻ്റെ കയ്യിൽ വേപ്പില സ്റ്റോക്കില്ലാത്തത് കൊണ്ട് ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് കറിവേപ്പിലയുടെ പൗഡറാണ് ചേർത്തത്. ഈ ടൈമിൽ ഇത് മിക്സ് ചെയ്യരുത്. ഇനി നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെക്കണം. കറിവേപ്പിലയുടെ പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് എടുത്ത് കാണാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന വീഡിയോ മിസ്സായത് കൊണ്ട് മുഴുവൻ എനിക്കിതിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡിയായി. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷുകൾ ഉപയോഗിക്കാം. ഇതിന് സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ പൊട്ടറ്റോയുടെ ക്രീം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയും എഗ്ഗ് ബാജിയുമാണ് ഞാൻ റെഡിയാക്കിയത്. എഗ്ഗ് ബാജിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് എടുത്ത് താല്പര്യമുള്ളവർക്ക് കാണാം. ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.